വരേണ്ടി വരുന്നത്. ഇപ്പോൾ 5 ലക്ഷം പേരാണ് അധികം യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ 5 ലക്ഷം പേര്. അപ്പോൾ അത്രയും പേർക്ക് യാത്ര ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ യാത്ര ചെയ്യാതിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് അങ്ങേയറ്റത്തെ കൂറും കടപ്പാടുമാണല്ലോ. ഇനി അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുന്ന നമ്മൾ നോക്കുന്നത്. സ്ത്രീകളെ അവരാണിപ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിച്ചത്. അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കരളലിയിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തത്, സ്വയം വിമർശനം ചെയ്തത്. എനിക്ക് ആരെങ്കിലും വിവാദം ഉണ്ടാക്കിയതിനോട് വിരോധമില്ല, പക്ഷെ ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ട് പറയാമായിരുന്നു എന്ന് മാത്രം. താങ്ക് യു. ഇങ്ങനെ പുറത്തു വന്നതാണ് താങ്കൾ കരുതുന്നത്? അതുപോലെ സ്വാതന്ത്ര്യമല്ലേ ഓരോരുത്തർക്ക്. മുമ്പ് പറഞ്ഞ ഒരു വാചകം, കേരളത്തിലെ ആളുകളുടെ ബിഹേവിയർ മനസ്സിലാക്കുന്ന പരാജയപ്പെട്ടു നമ്മൾ. അതുപോലെ തന്നെ പണക്കാർ പാവങ്ങളായി അഭിനയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷമാണ് അങ്ങ് ആ വാക്ക് പറഞ്ഞത്. അങ്ങ് പറഞ്ഞൊരു കാര്യം, ചിലവ് കുറഞ്ഞ സർക്കാർ ബസ്സുകൾ കാണുമ്പോൾ ആളുകൾ ഓടിയെത്തുന്നു, അതുപോലെ തന്നെ പ്രിയദർശിനി ബസ്സുകളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുന്നു. അത് താങ്കൾ പറയുന്നത് അങ്ങ് പറഞ്ഞത് ഞാനീ പറഞ്ഞത് പദ്ധതിയാണ് പ്രിയദർശിനി പദ്ധതി. ഞാനീ പറഞ്ഞത് ആവർത്തിക്കുകയാണ്. പ്രിയദർശിനി പദ്ധതിയുടെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഈ നാട്ടിലെ ആളുകളുടെ പരമമായ ബുദ്ധിമുട്ടുകളാണ്. ആ ബുദ്ധിമുട്ടുള്ള ജനതയാണ് നമ്മളെ അഡ്രസ്സ് ചെയ്യേണ്ടത്. അവർ തന്നെയാണ് ആശുപത്രിയിൽ അവർക്ക് കിടക്കാൻ സ്ഥലമില്ല. അപ്പോൾ പൊതുഗതാഗതത്തിൽ ഈ ഗവൺമെൻറ് എടുത്തിട്ടുള്ള സമീപനം വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനമാണല്ലേ. അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. ഇത് മുൻ ഗവൺമെൻറ് ചെയ്തില്ലല്ലോ. ഇത് രാഹുൽ ഗാന്ധിയല്ലേ പറഞ്ഞത്. ഇപ്പം ഞങ്ങളടക്കം പറഞ്ഞില്ലല്ലോ. ഞാനടക്കമുള്ള ആളുകൾക്ക് ഇത്രയും ഗൗരവമായ ഒരു പ്രശ്നം പൊതുഗതാഗത രംഗത്തുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നെയടക്കം പറഞ്ഞത്, പക്ഷെ അത് രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഞാനവിടെ കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. രാഹുൽ ഗാന്ധിയും അദ്ദേഹത്തിൻ്റെ ടീമുമാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പൊതുഗതാഗതം സൗജന്യമാക്കണം, ആദ്യമായിട്ടല്ല, എന്ന നിലപാടെടുത്തത്. ആ നിലപാട് എന്തുകൊണ്ട് വിജയിച്ചു? അത്രയും ബുദ്ധിമുട്ടാണ് ആളുകൾ. അപ്പോൾ അതുകൊണ്ട് ഇനി സ്കൂളുകളും നന്നാക്കണം. സ്കൂളുകളിൽ വേണ്ടത്ര ആളുകൾ, പല സ്കൂളുകളിലും കുട്ടികളില്ല അല്ലേ. എന്തുകൊണ്ടാണ്? ആരുടെയും കുറ്റമല്ല. ഞാൻ കുട്ടികളെ അവിടെ പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിച്ച് മലയാളം മീഡിയമാണ്, അതൊന്നൊരു വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷേ അതും കൂടെ, അത് എന്തുകൊണ്ടാണ് അവർ ആൾക്ക് ട്യൂഷൻ കൊടുക്കുന്നത്? എന്തിനാണ് അവർ പിന്നെ മറ്റൊരു സ്കൂളിലേക്ക് തള്ളിക്കയറാൻ നോക്കുന്നത്? അവർക്കുണ്ടായ ദാരിദ്ര്യത്തെ മറികടക്കാൻ ഒരു മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ള ഒരു ആസ്പിറേഷനാണ്. അപ്പോൾ ഇവിടുത്തെ വർക്കിംഗ് ക്ലാസ്സിൻ്റെ ആസ്പിറേഷൻ മനസ്സിലാക്കുന്നതിൽ ഞാനടക്കമുള്ള രാഷ്ട്രീയ നേതൃത്വം പരാജയപ്പെട്ടു എന്ന സ്വയം വിമർശനമാണ് ഞാൻ നടത്തിയത്. താങ്കൾക്കത് വ്യാഖ്യാനിക്കാനുള്ള അവകാശമുണ്ട്, അത് വ്യാഖ്യാനിക്കട്ടെ, വിവാദങ്ങളാവട്ടെ. ഞാൻ ഈ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ളതും ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതും ഈ 3 രംഗത്തും പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഇത് മെച്ചപ്പെടുത്തുന്നതിലേക്ക് കേരളം ഉണരണം എന്ന് ഞാൻ വീണ്ടും സ്റ്റേറ്റ് ചെയ്യുന്നു. അതിന് വിവാദമാക്കേണ്ടവർക്കാക്കാം, യാതൊരു പരാതിയില്ല. അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അത് അവരുടെ അവകാശമാണ്. പൊതുജനാരോഗ്യം അവകാശമാണ്, പൊതുവിദ്യാഭ്യാസം അവകാശമാണ്, മെച്ചപ്പെട്ട പൊതുവിദ്യാഭ്യാസം, സൗജന്യമായ യാത്ര അവകാശമാണ്. ആ അവകാശം ഞങ്ങൾ കൊടുത്തു. അത് ഞങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് പറഞ്ഞത് അല്ലേ. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, ഞാനടക്കം എൻ്റെ രാഷ്ട്രീയ പാർട്ടി പറഞ്ഞില്ലല്ലോ സൗജന്യമാക്കാൻ. അപ്പോൾ ഒരു സ്വയം വിമർശനമാണ് ഞാൻ ചെയ്തത്. അതിനു മുമ്പ് സർക്കാർ ആശുപത്രികളിലും സൗജന്യമുണ്ട്, സർക്കാർ സ്കൂളുകളിലും സൗജന്യമുണ്ട്. പക്ഷേ അതാണ് ആ ഡിഫറൻസാണ് ഞാൻ പറഞ്ഞത്. സർക്കാർ ആശുപത്രിയിൽ പോകാതിരിക്കാൻ മാർഗമില്ല, അവർക്ക് പൈസയില്ല സാധാരണക്കാർക്ക്. അപ്പോൾ എങ്ങനെയെങ്കിലും കുട്ടികളെയെങ്കിലും അവർ ട്യൂഷൻ കൊടുത്തെങ്കിലും കുട്ടികൾക്ക് ഞങ്ങളെപ്പോലെ ഇതുപോലെ ബുദ്ധിമുട്ട് വരരുതെന്നുള്ള ഒരു ആസ്പിറേഷൻ അവർക്കുണ്ട്. ഇതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. വിദ്യാഭ്യാസ മേഖലയുടെ പരാജയം കൂടിയാണ്. ഞാൻ താങ്കളോട് ആവശ്യത്തിലധികം പറഞ്ഞു കഴിഞ്ഞു. പോരെ? ഒരു അഭ്യർത്ഥനയുണ്ട്. ഇപ്പോൾ ഞാനിപ്പോഴും മന്ത്രിയായിട്ട് അധികം നാളായിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞ കാര്യത്തിൻ്റെ എന്തെങ്കിലും നിങ്ങൾ വിവാദമായിട്ടോ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്നെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. ദയവായിട്ട് കോണ്ടാക്ട് ചെയ്താൽ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുമല്ലോ. ഞാനിന്നലെ ആരായാലും എൻ്റെ കാര്യം ഞാൻ പറയുന്നു. എന്നിട്ടത് എയർ ചെയ്യുക. അതിന് പകരം എയർ ചെയ്തിട്ട് എൻ്റെ അടുത്ത് വരുമ്പോൾ ആളുകളത് കണ്ടു കഴിഞ്ഞു അല്ലേ. സ്വകാര്യ ബസ് ഉടമകളുടെ അവരുടെ ഒരു അസോസിയേഷന്റെ ചടങ്ങിലാണല്ലോ നടന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ഇങ്ങനെ എതിർപ്പൊക്കെ വയ്ക്കുന്നുണ്ട്. പ്രിയദർശിനി ഞങ്ങൾ ഒരു ഇഞ്ച് പിന്മാറില്ല. പക്ഷെ സ്വകാര്യ ബസ്സുകൾക്ക് അവരുടേതായ പ്രശ്നമുണ്ട്. അവർക്ക് അവരുടേതായ പ്രശ്നങ്ങൾ അവരുടേതായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കമ്മിറ്റി വെച്ചിട്ടുണ്ട്.
അതിൻ്റെ റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് പിന്നെ പത്മകുമാർ കമ്മീഷൻ റിപ്പോർട്ട് വരുമ്പോൾ അവരുടെ കാര്യങ്ങളും പരിശോധിക്കും. ഇനി സ്വകാര്യ മേഖലയെക്കുറിച്ചും നമ്മൾ പറഞ്ഞല്ലോ, അതും പൊതുഗതാഗതത്തിൻ്റെ ഭാഗമാണ്. ഇത്തരം ഒരു പ്രസ്താവന നടത്തുമ്പോൾ അത് അവരുടെ കൂടി ഒരു കയ്യടി നേടുന്നതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് അത്. അങ്ങനെ പറഞ്ഞോളൂ, മാതൃഭൂമിക്ക് അങ്ങനെ പറഞ്ഞോളൂ. ഒന്നുകൂടെ ചോദിച്ചോട്ടെ, എനിക്ക് പരാതിയില്ല. വന്നത് ഞാനൊരു മീറ്റിങ്ങിന് പോകാൻ സമയമായി. ഇവർക്ക് ഇപ്പോൾ ഒരു സ്ത്രീകളെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിലാണല്ലോ വിമർശനം. ഒരു അധിക്ഷേപവും ഇല്ല. അവരുടെ ദാരിദ്ര്യം വളരെയധികം, ഇത്രയും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പോവർട്ടി, 2000 രൂപ ഒരു മാസത്തിൽ സേവ് ചെയ്യാൻ പോലും വലിയ കാര്യമായി കരുതുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഈ കേരളത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് കേരളത്തിൻ്റെ കണ്ണ് തുറപ്പിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഇതാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ ദാരിദ്ര്യം അഭിനയിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആര് പറഞ്ഞു? ആ പ്രസംഗത്തിൽ അങ്ങനെ പറഞ്ഞില്ല അങ്ങനെയൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞില്ല. ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ സംസാരിച്ചത്? ഞാൻ വിശദീകരിച്ച് 3 പ്രാവശ്യം വിശദീകരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കേരളത്തിൽ ദാരിദ്ര്യത്തിൻ്റെ ആ ദുഃഖം അത് നമുക്ക് കാണാൻ പറ്റിയില്ല. അതിൻ്റെ ആ കാശില്ലായ്മ അത് കണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അത് കണ്ടതുകൊണ്ടാണ് പ്രിയദർശിനി വിജയിച്ചത്. ഇതാണ് ഞാൻ പറഞ്ഞതിൻ്റെ സ്പിരിറ്റ്. പറഞ്ഞ വാചകം തുടങ്ങുന്നത് കേരളത്തിലെ ആളുകളുടെ ബിഹേവിയർ മനസ്സിലാവുന്നില്ല, ആളുകളുടെ ബിഹേവിയർ പാവങ്ങളെ പോലെ അഭിനയിക്കുന്നു എന്ന് തുടങ്ങിയിട്ടാണ് അങ്ങ് പറഞ്ഞത്. പ്രിയദർശിനി ബസ്സുകളിൽ ഇടിച്ചു കയറാൻ ആളുകൾ ശ്രമിക്കുന്നു, ആ സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ പോയി കിടക്കുന്നു. പക്ഷേ താങ്കളുടെ പ്രസംഗമാണത്. അല്ല, എൻ്റെ പ്രസംഗമല്ല. ഒരു വണ്ടി വരുന്നത് 5 ലക്ഷം പേരാണ് അധികം യാത്ര ചെയ്യുന്നത്. ഇപ്പോൾ 5 ലക്ഷം പേര്. അപ്പോൾ അത്രയും പേർക്ക് യാത്ര ചെയ്യാൻ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ യാത്ര ചെയ്യാതിരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അവരോട് അങ്ങേയറ്റത്തെ കൂറും കടപ്പാടുമാണല്ലോ. ഇനി അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്ന് നമ്മൾ നോക്കുന്നത്. സ്ത്രീകളെ അവരാണിപ്പോൾ നമ്മുടെ കണ്ണ് തുറപ്പിച്ചത്. അവർ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കരളലിയിപ്പിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തത്, സ്വയം വിമർശനം ചെയ്തത്. എനിക്ക് ആരെങ്കിലും വിവാദം ഉണ്ടാക്കിയതിനോട് വിരോധമില്ല, പക്ഷെ ഒരു വാക്ക് എന്നോട് ചോദിച്ചിട്ട് പറയാമായിരുന്നു എന്ന് മാത്രം. താങ്ക് യു.